നമസ്കാരം. എല്ലാവർക്കും ആസ്ട്രോളജി വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വിഷയം അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതെ, ശനിയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 20 ശനിയും ചൊവ്വയും ചേർന്ന് ഒരു അപൂർവ യോഗം ഉണ്ടാകുകയാണ്. ഷഡാഷ്ടക യോഗം എന്നാണ് ഈ യോഗത്തിൻ്റെ പേര്. ശനിയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ എല്ലാവരിലും ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ്. ശനി നമ്മുടെ കർമ്മഫലങ്ങൾ നൽകുന്ന ന്യായാധിപനാണ്. അതുപോലെ തന്നെ ശനി ഒരാൾക്ക് നഷ്ടങ്ങൾ നൽകുന്നവനുമാണ്. പക്ഷേ അതേ ശനി തന്നെയാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി അനുഗ്രഹം നൽകുന്നവനും. സെപ്റ്റംബർ 20 ഷഡാഷ്ടക യോഗം 12 രാശിക്കാർക്കും സ്വാധീനം ചെലുത്തും. പക്ഷേ പ്രത്യേകിച്ച് 3 രാശിക്കാർക്ക് ശനി നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി ഭാഗ്യവും സമൃദ്ധിയും നൽകുന്നു. അതിലേക്ക് പോകും മുൻപ് നമുക്ക് ശനിയെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാം. ശനി ജ്യോതിഷത്തിൽ കർമ്മഫലദാതാവ് എന്നും ന്യായാധിപനെന്നും അറിയപ്പെടുന്നു. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം ശരിയായ സമയത്ത് നൽകുന്നത് ശനിയാണെന്ന് പറയുന്നു. ശനി ഒരു രാശിയിൽ തന്നെ ഏകദേശം 2.5 വർഷത്തോളം സമയം സഞ്ചരിക്കുന്നു. ശനി നല്ല സ്ഥാനത്തുണ്ടെങ്കിൽ വ്യക്തിക്ക് ധൈര്യം, സാമ്പത്തിക സ്ഥിരത, ആത്മീയ വളർച്ച എന്നിവ ലഭിക്കും. പക്ഷേ ശനി ദുർബലമായാൽ അല്ലെങ്കിൽ ദോഷസ്ഥാനത്താണെങ്കിൽ അത് ശനിദോഷമായി മാറും. ശനിദോഷമുണ്ടായാൽ ധനനഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ കലഹങ്ങൾ, തൊഴിൽ, ബിസിനസ്സിലൊക്കെ പ്രശ്നങ്ങൾ, മനസ്സിൽ സമ്മർദ്ദം ഇവയൊക്കെ ഉണ്ടാകാം. എന്നാൽ നമ്മൾ അത്രയധികം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ശനിയെ പ്രസാദിപ്പിക്കാൻ ചില മാർഗങ്ങളുണ്ട്. ശനിയാഴ്ച എള്ളെണ്ണയിൽ ദീപം തെളിക്കുക, കാക്ക, നായ, ദരിദ്രർ എന്നിവർക്ക് ഭക്ഷണം നൽകുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് കറുപ്പ് വസ്ത്രം, എണ്ണ, എള്ള്, ഇരുമ്പ് ഇവയൊക്കെ നമ്മുടെ കയ്യിൽ കരുതുക. ഇതിലുപരി ശനിദോഷങ്ങൾ അകന്നു നിൽക്കുന്നതിനായി ശനി മന്ത്രം നിത്യം ജപിക്കുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം ത്വം നമാമി ശനൈശ്ചര്യം. നീല നിറത്തിൽ തിളങ്ങുന്ന ശനിദേവ, സൂര്യന്റെ പുത്രനും യമന്റെ സഹോദരനുമായ ശനിദേവ, ഛായയ്ക്കും സൂര്യനും പിറന്ന ശനിദേവ, ശനൈശ്വരനായി അറിയപ്പെടുന്ന അങ്ങേക്ക് ഞാൻ വിനയത്തോടെ നമസ്കരിക്കുന്നു. ഈ മന്ത്രം ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ ദിവസവും 108 പ്രാവശ്യം ജപിക്കുന്നത് ശനിദോഷം മാറാൻ ഏറെ സഹായിക്കും. ഇനി നമുക്ക് ഷഡാഷ്ടക യോഗത്തിലേക്ക് വരാം. സെപ്റ്റംബർ 20 ശനിയും ചൊവ്വയും 150 ഡിഗ്രി അകലത്തിലെത്തുമ്പോൾ ഈ യോഗം രൂപം കൊള്ളുന്നു. ഈ യോഗം ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകി നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് 3 രാശിക്കാർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കുന്നത്. ആ രാശികൾ ഏതൊക്കെയെന്ന് നോക്കാം. മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും. സമ്മർദ്ദങ്ങൾ മാറി സന്തോഷവും സമാധാനവും കൈവരും. ദാമ്പത്യ ജീവിതത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സന്തോഷം കൈവരും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം. മേടക്കാർക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്ന സമയം തന്നെയാണിത്. മീനൻ രാശി, പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദങ്ങളും ഉത്രട്ടാതിയുടെ 3-4 പാദങ്ങളും രേവതിയും ചേർന്നതാണ് മീനൻ രാശി. കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. തൊഴിലും കരിയറും ഉയരും. ബിസിനസ്സിൽ നഷ്ടങ്ങൾ മാറി നേട്ടങ്ങൾ കൈവരും. ചിലവ് കുറച്ച് സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കും. മീനക്കാർക്ക് ജീവിതത്തിൽ പുതിയ തുടക്കത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഏറ്റവും നല്ല സമയം. മിഥുനൻ രാശി, തിരുവാതിരയും പുണർദത്തിൻ്റെ 3-4 പാദങ്ങളും ആയില്യവും. പഴയ കടങ്ങൾ മാറും. ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ. പുതിയ സംരംഭങ്ങൾക്ക് അനുയോജ്യമായ സമയം. വിവാഹവും പ്രണയവും മികച്ച തീരുമാനത്തിലെത്തും. വിദേശത്ത് നിന്ന് ധനസഹായം ലഭിക്കും. മിഥുനക്കാർക്ക് സന്തോഷവും നേട്ടവും ഒരുമിച്ച് വരുന്ന സമയം തന്നെയാണിത്. അങ്ങനെ സെപ്റ്റംബർ 20 രൂപം കൊള്ളുന്ന ഷഡാഷ്ടക യോഗം സാധാരണമായൊരു ഗ്രഹസംയോഗമല്ല. ഇത് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുന്ന അപൂർവ സമയം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായി കരുതുന്ന ധനം, ബന്ധം, അവസരം ഇനി ഒരിക്കലും തിരികെ എത്തില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൻ്റെ ശക്തിയാ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പ്രത്യേകിച്ച് മേടം, മീനം, മിഥുനൻ രാശിക്കാർക്ക് വാത്സല്യവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതവും സാമ്പത്തിക നേട്ടങ്ങളും ആരോഗ്യത്തിലെ പുരോഗതിയും തൊഴിലിലെയും
ബിസിനസ്സിലെയും വലിയ ഉയർച്ചകളുമെല്ലാം ഉണ്ടാകും. വിവാഹത്തിലും പ്രണയത്തിലുമെല്ലാം സന്തോഷകരമായ കാര്യങ്ങൾ തേടിയെത്തും. ഇത് ഒരു സാധാരണ ഗ്രഹയോഗമല്ല. ശനി തന്നെ എത്തി കൈപിടിച്ച് ഇനി നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറയുന്ന സമയം തന്നെയാണ്. അതിനാൽ ഈ സമയം വരുന്നവർ വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയും. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. അതാണ് ഷഡാഷ്ടക യോഗത്തിൻ്റെ വാഗ്ദാനം. നിങ്ങളുടെ രാശി ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശനിദേവൻ്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി.